എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ ഇവിടെ തുമ്പയിൽ ഇങ്ങനെ സൂര്യകാന്തി തോട്ടം ഓപ്പൺ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സൗകര്യം ഒത്തത് ഇന്നാണ് കേട്ടോ. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇന്നാണ് സമയം കിട്ടിയത്. ഇത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യായിരുന്ന ഇത് അവിടെ തന്നെ വളർത്തായിരുന്നു. അതെ, അല്ല നമ്മൾ പോയാലും കാണാനൊന്നും പറ്റില്ലേ. അങ്ങനെ വലിയ ആഗ്രഹത്തോടുകൂടി വന്നിട്ട് നിരാശയോട് കൂടിയിട്ടാണ് ഇതാ മടങ്ങുന്നത്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകണ്ട, കാരണം നമ്മൾ ഇതിനായിട്ട് വന്നതാണേ. അപ്പം ഇവിടെ അടുത്താണ് മുതലപ്പുഴി. അപ്പം ഞാൻ സലൂൻ്റെ അടുത്ത് പറഞ്ഞു എങ്കിൽ നമുക്ക് മുതലപ്പുഴിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം അവിടെ പല പ്രാവശ്യം നമ്മളിങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ജസ്റ്റ് അതുവഴി അല്ലാതെ അങ്ങനെ ഇറങ്ങിയിട്ടും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അപ്പോഴൊക്കെ സലു ചോദിക്കും അങ്ങോട്ടേക്ക് നമുക്ക് പോകാമോ എന്ന്. അന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാം വേണ്ടേ, നമ്മളുടെ എല്ലാം കാണുന്നത് പോലെ തന്നെ അല്ലേ, ആ പാലത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാമല്ലോ. അപ്പം ഇന്നിപ്പം ഈ ഒരു കാഴ്ച കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതാ ഇവിടെ വന്നപ്പോഴേക്കും നല്ല രസമുണ്ട് കേട്ടോ. അപ്പം അധികം ആൾക്കാരും ഒന്നുമില്ല. നമ്മൾ ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം കായലും കടലും കൂടി ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മുതലപ്പുഴി എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ ഇവിടെ വന്നപ്പോഴേക്ക് ഇതാ ഇത് കണ്ടോ, ഇത് ഡ്രഡ്ജിങ് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ. അപ്പം ആ ഒരു വര പോലെ കണ്ടോ, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കടലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാർ താഴെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത ശേഷം ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിസർക്ക് പറയുന്നുണ്ട് ചൂടുണ്ട്, കുഞ്ഞിന് ക്യാപ്പൊന്നും എടുത്തില്ല, കാരണം നമ്മൾ ഇത് കരുതിയിട്ട് വന്നതല്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കരുതി വരികയാണെങ്കിൽ കുഞ്ഞിന് നമ്മൾ ക്യാപ്പൊക്കെ എടുത്തിട്ട് വന്നേനായിരുന്നു. അപ്പം നമ്മളിതാ ഇവിടോട്ട് വന്നപ്പോഴേക്കൊണ്ട് ഇതാ കണ്ട കടൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പം ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഈ ബീച്ച് തന്നെ എത്ര ഭംഗിയുള്ള ബീച്ചുകളുണ്ടെന്നറിയോ. ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എത്ര നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ. അത്ര ഭംഗിയാണ് ഈ ഒരു സ്ഥലം തന്നെ. ഇത് ഇങ്ങനെ മരവും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കടൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം തിരക്കൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. 1-2 ഫാമിലി അവിടെ ആയിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്ന് ഇറങ്ങി കാണുന്നത് കേട്ടോ. അല്ലാതെ ആ കാണുന്ന പാലമില്ലേ, ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ കായലിൽ കൂടി ബോട്ട് പോകുന്നതും അത് കടലിലേക്ക് വന്ന് ചേരുന്നതും ഒക്കെ നമുക്ക് ഇവിടെ എനിക്കിപ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോഴേക്കും അവിടെ ഈ മരത്തിലേക്ക് സനമോളെ ഒന്ന് പിടിച്ചിരുത്തിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം അവൾക്ക് ഒരു പേടി പോലെയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഇരുത്തിയപ്പോൾ ആളിന് നല്ല ധൈര്യം കേട്ടോ. അതാ കണ്ടോ, പിന്നെ ഞങ്ങളെ കൈ പിടിക്കാനായി അങ്ങോട്ട് സമ്മതിക്കത്തില്ല, അവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. എങ്കിലും ഞങ്ങൾ താഴെ തന്നെ നിന്നിങ്ങനെ പിടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിടിച്ചിറക്കുമ്പോൾ അവൾ ഒരേ ബഹളം, തിരിച്ച് അവൾക്ക് അതിൽ കയറണം എന്നുള്ള രീതിയിലാണ് ബഹളം വെക്കുന്നത് കേട്ടോ. അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം എനിക്ക് എപ്പോഴും തോന്നിപ്പോകുന്നതാണ് നമ്മളുടെ ഗവൺമെൻറ്റൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ആൾക്കാർക്ക് ഒരുപാട്, ഇപ്പം ഒരു അവധി വന്നാലും നമ്മളുടെ ആൾക്കാരൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് അത് ഒരു എൻജോയ്മെൻറ്റ് കണ്ടെത്താനായിട്ട് പോകുന്നത് അല്ലേ. അതൊക്കെ നമ്മളുടെ നാട്ടിലും ഇതെല്ലാം നിലനിർത്താൻ പറ്റും. എന്നാൽ വിദേശികൾ കൂടുതൽ നമ്മുടെ നാടില്ലേ സന്ദർശിക്കുന്നത്. അപ്പം തന്നെ മനസ്സിലാക്കിയിടെ എത്ര പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മളുടേത്. പക്ഷെ നമ്മളാരും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇതൊന്നും പരിപാലിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം, ശരിയല്ലേ. പിന്നെ പലർക്കും നമ്മളുടെ ഇവിടെ തിരുവനന്തപുരത്ത് എടുത്താൽ അറിയുന്ന ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ കോവളവും ശംഖുമുഖവും മാത്രമേ പലർക്കും അറിയാവുള്ളൂ. എന്നാൽ അത് വിട്ടിട്ട് ഇങ്ങോട്ട് തുമ്പ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഭയങ്കര ഭംഗിയുള്ള ബീച്ചൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇതാ പരുന്തും ഒക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ സനമോളെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ടാണ്. അപ്പോഴേക്കും ഇതേ ഈ കടൽ കണ്ടപ്പോഴേക്കും എന്നാൽ പിന്നെ ഒന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പരമാവധി അവിടെ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു, അവിടെ നിന്ന് കടൽ കാണായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു ഇത്ര ദൂരം വന്നിട്ട് ശരിക്കും ഈ അടുത്തറിഞ്ഞൊന്ന് കാണാമല്ലോ. അപ്പോൾ നോക്കുമ്പോഴേക്ക് കുറച്ച് പേര് അവിടെ എന്തൊക്കെയോ അരിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ മണലരിക്കുന്ന മാതിരി. അപ്പോൾ ഞാൻ നിസാറിക്കായിട്ട് ചോദിച്ചു ഇതെന്താ ഇവർ സ്വർണ്ണം അരിച്ചെടുക്കാണോ എന്ന്.
അപ്പോൾ വിചാരിച്ച ആ കടൽ ഒന്ന് നോക്കിയിട്ട് വന്നിട്ട് ഇവരുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പം ഞാൻ വെള്ളത്തിലേക്കൊന്നും നമ്മളങ്ങനെ ഇറങ്ങിയിട്ടില്ല, കാരണം നമ്മൾ അതിനൊന്നും പ്ലാൻ ചെയ്ത് വന്നതല്ലല്ലോ. പിന്നെ ഈ മണലിലൂടെ നടന്നു വരാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നല്ല ഇങ്ങനെ ശക്തിയായിട്ട് നല്ല മണലിങ്ങനെ കിടക്കുന്നത് കാരണം കാലിങ്ങനെ പുഴുതി പോകുന്നുണ്ട് കേട്ടോ. അത് തന്നെ വേറൊരു ഇതാണ്. നമുക്ക് കടൽ ഇതുപോലെ ബീച്ചിലൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ കാറിലൊക്കെ കയറുമ്പോൾ കാറ് നിറച്ച് മണ്ണായിരിക്കും. അതുകൊണ്ട് പിന്നെ ഇനി കാലൊന്നും നനയ്ക്കാനായിട്ട് പോയില്ല. എന്നാൽ ഇവിടെ അധികം വലിയ തിരമാലകളൊന്നും ഈ സമയത്ത് ഞങ്ങൾ വന്ന സമയത്ത് ഇല്ലായിരുന്നേ. എന്നാൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ബോട്ടൊക്കെ പോകുന്നത് നോക്കിക്കേ. ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അവിടെ ഇങ്ങനെ കുടകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ ഷെയ്ഡിലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നു, ചെയറൊക്കെ ഇട്ട്. എന്ത് രസമായിരിക്കും അല്ലേ. അപ്പം അവരവിടെ അരിക്കുന്നത് എന്താണെന്ന് ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, മുമ്പ് ഇവിടെ കണ്ടെയ്നർ മറിഞ്ഞപ്പോഴേക്ക് അതിലുള്ള ഉണ്ടായിരുന്ന മോഡ്യൂൾസ് അവർ അരിച്ച് മാറ്റുവാണെന്ന്. ആ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അതിങ്ങനെ അരിച്ചു മാറ്റണം. അപ്പോഴും ഞാൻ മറ്റൊരു സംഗതി നിസാർക്കടുത്ത് പറയായിരുന്നു, ഇവരിങ്ങനെ മാനുവലായിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് അരിച്ചു വരുന്ന ആ ഒരു പാടൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോഴും നമ്മൾ ഓർക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഇതൊക്കെ വലിയ മെഷീൻസ് ഒക്കെ കൊണ്ടുവന്ന് എത്ര പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ കഴിയും അല്ലേ. ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇപ്പം മാനുവലായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് നാൾ എടുക്കത്തില്ലേ ഇവരിത് ഇത്രയും. അവരാ വെയിലോ നമുക്കിവിടെ നിന്നിട്ട് സഹിക്കുന്നില്ല കേട്ടോ, ഭയങ്കര ചൂട് കേട്ടോ വെയിലിന്. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു കഷ്ടം ഇവർ എത്ര നേരം കൊണ്ട് ഇവർ ഇത് അതവരുടെ ഡ്യൂട്ടിയാണ്. എങ്കിലും അവരുടെ ആ അരിച്ചെടുക്കുന്നത് കണ്ടോ, അതാണ് ഈ മോഡ്യൂൾസ് എന്ന് പറയുന്നത് കേട്ടോ. ചെറിയ ഇത് അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേക്ക് കാണാം കേട്ടോ ഇതിങ്ങനെ മണലിൽ കിടക്കുന്നത്. അപ്പം അവർ അതെല്ലാം ഇതുപോലെ എടുത്ത് എനിക്കൊന്ന് കണ്ടെയ്നറിലാക്കിയും കണ്ട് തിരിച്ചു വിടും എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിനിടയിൽ സലുവിൻ്റെ അടുത്ത് പറഞ്ഞു, മീൻകാരൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് മീനൊക്കെ വാങ്ങിയിട്ട് പോകാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം സലു പറഞ്ഞു, അതിന് ഈ സമയമൊന്നും അല്ല അമ്മ വരാനുള്ളത്, അതൊക്കെ രാവിലെ വരണം, ഒരു 6 മണി ആ സമയത്തൊക്കെ വരുമ്പോഴാണ് നമുക്ക് മീനും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. അപ്പൊ സനമോളെ കണ്ടോ, അവൾക്ക് നല്ല സുഖമാണ്. ഇത് പപ്പ ഇങ്ങനെ തോളത്തൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ട് നടന്നോളുമല്ലോ. അപ്പോഴേക്ക് ഇതേ സനമോളും ടയേർഡായി. പിന്നെ സാർക്ക് പറഞ്ഞു ഇനിയിപ്പം നമുക്ക് തിരിച്ചു പോവാം, കാരണം നല്ല വെയിലായി, നമ്മളും ആകെ ടയേർഡായി കേട്ടാ. അപ്പം ശരിക്കും നമ്മൾ വന്ന കാര്യം നടന്നുമില്ല, എന്നാൽ മറ്റൊരു കാഴ്ചകൾ കണ്ടതാ മടങ്ങാണ്. എപ്പോഴും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ നിരാശയോടെ നമ്മൾ അയ്യോ അത് നടന്നില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് പോരുത്. അടുത്തത് എന്തുണ്ടോ അത് ആസ്വദിക്കാൻ നോക്കുക. നമ്മുടെ ഇവിടെയൊക്കെ ഞായറാഴ്ച രാവിലെ ചെന്ന് കഴിഞ്ഞാലാണ് നല്ല ബീഫിൻ്റെ ഇറച്ചിയും മട്ടണും ഒക്കെ കിട്ടുന്നത്. അങ്ങനെ ഇന്നിപ്പോൾ കുറച്ച് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബീഫ് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം കുരുമുളകും മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മൾ എടുക്കുന്ന ഇറച്ചിയുടെ പാകത്തിന് അതിന് മസാലപ്പൊടിക്ക് ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുത്തും കേട്ടോ. പിന്നെ വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ചെടുത്ത ഗരം മസാല പൊടിയാണ് കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന പൊടിയേക്കാളും എപ്പോഴും നല്ലത് വീട്ടിൽ തന്നെയുള്ള പൊടികൾ ചേർക്കുന്നതാണ്. കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആദ്യം തന്നെ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതാണേ. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് പകുതി സവാള അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കത്തില്ല. ഇതിൽ നിന്ന് തന്നെ ചാറൂറി വരും കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ബീഫാണോ ഇഷ്ടം, മട്ടനാണോ ഇഷ്ടം, ചിക്കനാണോ ഇഷ്ടം, ഏത് ഇറച്ചിയാണ് കഴിക്കാൻ ഇഷ്ടം? എന്നിട്ട് ഇതാ പ്രഷർ കുക്കർ മൂടിയിട്ട് ഒരു 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഓരോ കുക്കറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേകുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് വേകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പം ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. ഇപ്പം എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം ഞാൻ ഇതാ മാവ് ഒന്ന് ഇളക്കിയെടുക്കണേ. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇറച്ചിയുടെ കൂടെ, അതായത് വരട്ടിയെടുക്കുന്ന ഇറച്ചിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഇഷ്ടം ഏത് തരം പലഹാരമാണ്? ഇവിടെ എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇടിയപ്പം ഇഷ്ടമാണ്, പത്തിരി ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഒറട്ടി ഇഷ്ടമാണ്. ഇതൊക്കെ നല്ല കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ
എൻ്റെ ഇതാ ഇടിയപ്പം മേക്കർ ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രിക് ഇടിയപ്പം മേക്കർ കേട്ടാ ഈസി ആയിട്ട് എനിക്ക് ഇതാ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര കൈവേദനയും ഒക്കെ ആയിരുന്നല്ലോ. അപ്പം ഞാൻ പല തരത്തിലുള്ള ഇടിയപ്പം പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഇതിനിടയിൽ ഞാനൊരു സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നേ. അപ്പം ആദ്യം ഞാൻ പറഞ്ഞു അത് നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അത് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. പിന്നെ അത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഇന്ന് പാടായി എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ അതും ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് വാങ്ങിയത് കേട്ടോ. ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ തന്നെ കേട്ടോ. കാരണം നമ്മൾ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇടിയപ്പം എനിക്ക് തോന്നുന്നു 100 ഇടിയപ്പത്തിൽ കൂടുതലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഇടിയപ്പത്തിന് വെച്ചു. അതൊരു വലിയ പണി അല്ലാതായി മാറി. അപ്പം നമ്മളുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ട. അപ്പം ഈ വന്നിരിക്കുന്ന ഈ ചാറ് നമ്മളൊന്ന് വറ്റിച്ചെടുക്കണേ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് മാറ്റണം കേട്ടോ. ഞാൻ പെട്ടെന്ന് കാസറോളിലേക്ക് മാറ്റുന്നില്ല. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുത്ത ശേഷമാണ് കാസറോളിലേക്കൊന്ന് മാറ്റി കൊടുക്കണത്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പം ഇതിനിടയിൽ ഞാൻ ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം. പിന്നെ ഇരുമ്പിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഉലുവ, പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും ഇട്ട ശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് ഈ ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ചേർത്ത് ഒന്ന് വരട്ടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ കൂടുതലും വരട്ടിയെടുക്കണത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇവിടെ സുൽത്താനൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അവനിങ്ങനെ ഭയങ്കര ഡ്രൈ റോസ്റ്റാണ് ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ അത്രയും ഡ്രൈ ആക്കി ഇതെടുക്കുന്നില്ല. ഈ ഒരു രീതിയിലാണ് ഇളക്കി എടുക്കുന്നത്. നല്ല മണം വരുന്നുണ്ട്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ രീതിയിൽ തന്നെ നമുക്ക് ഇപ്പം ചിക്കൻ ആണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് റെഡി ആയതൊന്ന് മാറ്റി വെക്കണേ. പിന്നെ കുറച്ച് മട്ടൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്കറൊന്ന് കഴുകിയെടുത്ത ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കറിവേപ്പില ഇട്ട ശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിനി അതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് ഞാൻ വഴറ്റിയെടുക്കാറില്ല കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കണം. നമ്മളുടെ ആ കുക്കറിൻ്റെ ആ ഒരു വ്യാപ്തി അനുസരിച്ചാണ് ഞാൻ ഓരോന്നും വഴറ്റിയൊക്കെ എടുക്കണത് കേട്ടോ. ഇത് ഹൈറ്റ് ഇല്ലാത്ത കുക്കറായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ഇതിൽ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ. ഇട്ട ശേഷം 2 പച്ചമുളക് ചതച്ചത് അല്ലാതെ ഞാൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണേ. എന്നിട്ട് നമുക്ക് എല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പല രീതിയിൽ ഞാൻ മട്ടൻ കറിയൊക്കെ തയ്യാറാക്കാറുണ്ട്. എങ്കിലും ഈ ഒരു രീതിയിലാണ് വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളി കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. എപ്പോഴും നമ്മൾ ഈ വേവിക്കുമ്പം ടൈമിംഗ് പറയത്തില്ലേ, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെയൊക്കെ വലിപ്പം അനുസരിച്ച് അതിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, അധികം ഹൈറ്റ് ഇല്ലാത്ത എന്നാൽ വിസ്താരമുള്ള ഒരു പ്രഷർ കുക്കറാണ്. പിന്നെ ഇതിലേക്ക് ചാറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും കറിക്ക് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണമല്ലോ. ഇനി വേറെ ഒന്നുമില്ലാന്നേ, കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു 4 വിസിൽ വരെ ഞാനൊന്ന് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ മട്ടൻ കറിയും റെഡിയാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്ത് നല്ല റെസിപ്പിയോ അടിപൊളി ബ്ലോഗോ ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.